ഈ രേവന്ത് റെഡ്ഡിയെ പോലുള്ള ഉരുപ്പടികളുണ്ടെങ്കിൽ അതാത് സംസ്ഥാനത്ത് പാർട്ടിയുടെ കാര്യം വലിയ കഷ്ടത്തിലും 10 കൊല്ലം ഭരിച്ച TRS ഗവൺമെൻറ്റിനോടുള്ള ഒരു വിപ്രതിപത്തി കൊണ്ടാണ് ആളുകൾ ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതിൻ്റെ ഉപദ്രവം തെലുങ്കാനയിലുള്ളൊരു സഹിച്ച പോരെ. എന്തിനും ഇതുപോലുള്ള ഉരുപ്പടികൾ കേരളത്തിൽ വന്ന് ഇവിടുത്തെ അന്തരീക്ഷം മലീമസമാക്കുന്നത്, അല്ലെങ്കിൽ പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ഇതുകൊണ്ടൊക്കെ വല്ല പ്രയോജനമുണ്ടോ? ഇവരോടൊക്കെ അവിടെ തന്നെ തുടർന്നാൽ പോരെ. ആ സമയത്ത് വല്ല ചാണ്ടി ഉമ്മനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ റോഡ് ഷോ നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു സിമ്പതി തോന്നും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണോ ഈ സൈക്കിളിൽ ഓട്ടി പോകുന്നത്, അല്ലെങ്കിൽ പദയാത്ര നടത്തുന്നതെന്നൊക്കെ തോന്നും. അല്ലാതെ ഇതുപോലുള്ള കെട്ടുകാഴ്ചകളൊക്കെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ഒരു കാര്യത്തിൽ ഈ VD സതീശനോട് പണ്ട് തൊട്ടൊരു ബഹുമാനമുണ്ട്. പുള്ളി പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ ഈ ദേശീയ നേതാക്കളെയോ പ്രാദേശിക നേതാക്കളെയോ സംസ്ഥാന നേതാക്കന്മാർ ഒറ്റണത്തിന് കാലെടുത്ത് വിട്ടോ സമ്മതിക്കില്ല. 2011 നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അന്ന് പന്നിയൻ രവീന്ദ്രനാണ് പറവൂർ സ്ഥാനാർത്ഥി.